നമസ്കാരം. താൻ യുദ്ധത്തിന് തയ്യാറാണെന്ന മുന്നറിയിപ്പ് നൽകി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യൂറോപ്യൻ ശക്തികൾക്ക് യുദ്ധമാണ് വേണ്ടതെങ്കിൽ യുദ്ധം ചെയ്യാൻ റഷ്യ തയ്യാറാണെന്നായിരുന്നു പുടിൻ്റെ മുന്നറിയിപ്പ്. യുദ്ധത്തിന് മുതിർന്നാൽ കനത്ത പരാജയം നേരിടേണ്ടി വരുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. റഷ്യ നിരസിക്കുമെന്ന് ഉറപ്പുള്ള നിബന്ധനകൾ മുന്നോട്ട് വെച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ നയതന്ത്ര പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് പുടിൻ ആരോപിച്ചു. അതേസമയം റഷ്യ കൂടിക്കാഴ്ചയിൽ പുടിൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വന്നതോടെ ചർച്ചയിൽ തീരുമാനമാകാതെ പിരിഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് കൂടിക്കാഴ്ചയിലെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രീ സിബിഹ നേരത്തെ പ്രതികരിച്ചിരുന്നു. യൂറോപ്പ് തങ്ങളുമായി യുദ്ധത്തിന് വന്നാൽ പിന്നെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കും അവസരമുണ്ടാകില്ലെന്നാണ് പുടിൻ്റെ മുന്നറിയിപ്പ്. കരിങ്കടലിൽ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന ടാങ്കറുകൾക്ക് നേരെയുണ്ടായ സമീപകാല ഡ്രോൺ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി യുക്രൈനെ കടലിൽ നിന്ന് ഒറ്റപ്പെടുത്തുമെന്നും പുടിൻ ഭീഷണി മുഴക്കി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങൾക്കാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തടസ്സം നിൽക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. യൂറോപ്പ് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ റഷ്യയ്ക്ക് സ്വീകാര്യമല്ല. സമാധാനം ഇനിയും അകലെയാണെന്ന് സെലൻസ്കിയുടെ യൂറോപ്യൻ സന്ദർശനത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പുടിൻ പറഞ്ഞു. യുക്രൈന് നേർക്കും യുക്രൈൻ കപ്പലുകൾക്ക് നേർക്കും റഷ്യ ആക്രമണം വർദ്ധിപ്പിക്കുമെന്നും യുക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ ടാങ്കറുകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും പുടിൻ പറഞ്ഞു. ആവശ്യമെങ്കിൽ അവസാന യുക്രൈനക്കാരനും മരിക്കുന്നതുവരെ റഷ്യ പോരാടുമെന്നായിരുന്നു പുടിൻ മുൻപ് വ്യക്തമാക്കിയത്. യുക്രൈൻ സൈന്യത്തെ പിൻവലിക്കുന്നതുവരെ സമാധാനം ഉണ്ടാകില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ സമാധാന പദ്ധതി യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഭാവി കരാറുകളുടെ അടിസ്ഥാനമാകണമെന്നും പുടിൻ ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു. യുക്രൈൻ പിന്മാറിയില്ലെങ്കിൽ സൈനിക മാർഗത്തിലൂടെ ഭൂമി കൈവശപ്പെടുത്തുമെന്നും ഇതിനോടൊപ്പം പുടിൻ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ടുള്ള ചർച്ച ഫലപ്രദമെന്നായിരുന്നു റഷ്യ നേരത്തെ വ്യക്തമാക്കിയത്. സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവരുമായി പുടിൻ നടത്തിയ ചർച്ച 5 മണിക്കൂറോളമാണ് നീണ്ടത്. യുക്രൈൻ്റെ ഭൂമി വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് യോഗത്തിൽ ധാരണയായില്ല. അമേരിക്കയുടെ ചില നിർദ്ദേശങ്ങൾ സ്വീകാര്യമെന്ന് റഷ്യ വ്യക്തമാക്കി. ചിലത് അംഗീകരിക്കാനാവില്ലെന്നും റഷ്യൻ വക്താവ് യൂറി യുഷ്കോവ് പ്രതികരിച്ചു. ഇനിയും ഏറെ കാര്യങ്ങളിൽ ധാരണയിലെത്താനുണ്ട്. പുടിൻ ട്രംപ് കൂടിക്കാഴ്ച ഉടൻ നടക്കില്ലെന്നും റഷ്യൻ വക്താവ് അറിയിച്ചു. യുക്രൈനിലെ സൈനിക സൗകര്യങ്ങളിലും കപ്പലുകളിലുമുള്ള റഷ്യയുടെ ആക്രമണങ്ങൾ ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം റഷ്യയുടെ നിരന്തരമായ സൈബർ ആക്രമണവും അട്ടിമറി നീക്കങ്ങളും ഡ്രോൺ കടന്നുകയറ്റങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നാറ്റോ അംഗരാജ്യങ്ങൾ. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന കണക്കൂട്ടലിൽ റഷ്യക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് നാറ്റോ. വ്ളാഡിമിർ പുടിൻ ഭരണകൂടത്തിൻ്റെ ഭീഷണികളോട് വെറുതെ പ്രതികരിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് നാറ്റോയുടെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡർ അഡ്മിറൽ ജുസെപ്പെ കാവോ ഡ്രാഗോൺ ഫിനാൻഷ്യൽ ടൈംസിനോട് നേരത്തെ പറഞ്ഞിരുന്നു. കടുത്ത സൈബർ ഓപ്പറേഷനുകളോ നേരിട്ടുള്ള ഏറ്റുമുട്ടലോ ഒഴിവാക്കിയാണ് നാറ്റോയുടെ പതിവ്. എന്നാൽ ഈ രീതി പൊളിച്ചെഴുതാൻ സമയമായെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ്. ഞങ്ങളെല്ലാം പഠിക്കുകയാണ്. സൈബർ കാര്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കുന്നവരാണ്. പ്രതികരിക്കുന്നതിന് പകരം കൂടുതൽ ആക്രമണോത്സുകരാകുക എന്നത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ടെന്നും ഡ്രാഗോൺ പറഞ്ഞിരുന്നു. ഈ മുന്നറിയിപ്പിന് പിന്നാലെ റഷ്യയിൽ പോർഷെ കാറുകൾ കൂട്ടത്തോടെ നിശ്ചലമായതും ആഡംബര വാഹന ഉടമകളെ ഉൾപ്പെടെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. രാജ്യത്തുടനീളം നൂറുകണക്കിന് പോർഷെ കാറുകൾ പെട്ടെന്ന് പവർ നഷ്ടപ്പെട്ട് സ്റ്റാർട്ട് ആവാതെ കിടക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ഇത് മനഃപൂർവ്വമുള്ള സാറ്റലൈറ്റ് ഇടപെടൽ മൂലമാണോ എന്ന ഭയത്തിലാണ് ഉടമകളും ഡീലർമാരും. 2013 ശേഷം നിർമ്മിച്ച പോർഷെ മോഡലുകളിലായിരുന്നു ഈ പ്രതിസന്ധി രൂക്ഷമായത്. ഈ വാഹനങ്ങളിൽ കമ്പനിയുടെ വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം കമ്പനി ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ VTS സിസ്റ്റം ബ്ലോക്ക് ചെയ്താണ് കാറുകൾ മരവിച്ചു പോകാൻ കാരണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. തകരാർ മനഃപൂർവ്വം ഉണ്ടാക്കിയതാകാമെന്ന് കമ്പനി വൃത്തങ്ങളും സൂചിപ്പിക്കുന്നു. സംശയം പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കാണ് നീളുന്നത്.